സോ ഗായ്സ് വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ VS കോഡിൽ എങ്ങനെ ലൈവ് സെർവർ ഓപ്ഷൻ എനേബിൾ ആക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ VS കോഡ് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റൻഷൻസിൽ തന്നെ പോകണം. എന്നിട്ട് ലൈവ് സെർവർ സെർച്ച് ചെയ്ത് കൊടുക്കുക. ലൈവ് സെർവർ ഈ കാണുന്ന ഫസ്റ്റ് വൺ ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. വെയിറ്റ് ചെയ്യാം, ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ എക്സ്റ്റൻഷനിൽ വന്ന് എടുക്കണില്ലെന്ന്. ഇൻസ്റ്റാളിൽ നോക്കാം, നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ. യെസ്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഡബിളായി കിടക്കണതാണ്. അപ്പോൾ നമുക്കിനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു HTML ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ് ലൈവായിട്ട് നമുക്ക് ചേഞ്ചസ് മാറ്റം വരുത്തണ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് എങ്ങനെ ആക്ടിവേറ്റ് ആക്കുന്നത് വെച്ചാൽ നമ്മുടെ HTML ഫയലില്ലേ, ഡോട്ട് എക്സ്റ്റൻഷനുള്ള HTML ഫയലിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ, അതായത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ലൈവ് സെർവർ അത് ജസ്റ്റ് ഓപ്പൺ ആക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആകും. ഇതിനിപ്പോൾ നമ്മൾ എടുത്ത വെച്ചാൽ കോഡിൻ്റെ ഔട്ട്പുട്ട് വന്ന വെബ്സൈറ്റ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉണ്ടാക്കിയൊരു വെബ്സൈറ്റാണ്. ഇതിൽ ഈ ലൈവ് സെർവറിൻ്റെ ഉപയോഗം എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഹെഡർ, ദിസ് ഈസ് ഹെഡർ ഫയൽ, ഇത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സോറി, ഹെഡർ ഫയൽ കാണില്ല. നമുക്കിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് മാറ്റിയിട്ട് ലൈവ് സെർവർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. നമ്മളിപ്പോൾ ഓൾറെഡി ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് മാറും. നമുക്ക് റീഫ്രഷ് അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ ലൈവ് സെർവർ എന്നുള്ള എക്സ്റ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തുന്നു അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുന്നതാണ്. നോർമലി ട്രഡീഷണൽ വേ എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് പിന്നെയും റീഫ്രഷ് ഒക്കെ അടിച്ചടിച്ച് ചെയ്യേണ്ടി വരും. ഈ ലൈവ് സെർവറിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ആ ചേഞ്ച് കാണാവുന്നതാണ്. ജസ്റ്റ് ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം. കണ്ട ബോഡിയുടെ വഴി വന്നിട്ടില്ല, ഒന്ന് റീഫ്രഷ് ചെയ്ത് വരും. സോ ഇതാണ് ലൈവ് സെർവർ എന്ന ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബ്.